ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്ച്ചിട്ടുള്ള ഒരു ചുരിദാറിൽ നിന്ന് നമ്മളെങ്ങനെയാണ് ഒരു അളവെടുത്ത് നമ്മുടെ ഡ്രസ്സ് തന്നെ വെട്ടാന്നുള്ളതാട്ടോ കാണിച്ചു തരാം. നമുക്ക് എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് മിക്കവർക്കും അറിയില്ല. അപ്പോൾ ഒരു സ്ലിറ്റ് ടോപ്പാണിത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കണതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ചുരിദാറിൽ എങ്ങനെയാണ് അളവെടുത്തിട്ട് വെട്ടുന്നത് നോക്കാം. ചുരിദാറ് രണ്ടാക്കിയിട്ട് മടക്കിയിടുക. ഇതിൻ്റെ നീളം ആദ്യം നോക്കാം. നീളം വരുന്നത് 39 ഇതിൻ്റെ നീളം. 39 ഇഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത്. അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കണം. ഇത് അടിച്ചിട്ടുള്ള ഭാഗമാണ് 39. അതിൽ കൂടെ പ്ലസ് 1.5 ഇഞ്ച്. 39 പ്ലസ് 1.5 40. ഇനി നമുക്കിതിൻ്റെ കഴുത്തിൻ്റെ നീളം എത്രയാണെന്ന് നോക്കാം. കഴുത്ത് 3.5 എടുത്തിട്ടുള്ളത്. കഴുത്തിൻ്റെ നീളം ലെങ്ത്ത് 4.5 എടുത്തിട്ടുള്ളത്. ഇനി ഈ 4.5 നിങ്ങൾക്ക് കഴുത്തിൻ്റെ വീതി കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കിയാൽ മതി. മടക്കിയിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് വയ്ക്കുക. ഇവിടെ നോക്കാം. കണ്ട 3.5 കിട്ടണത് കണ്ടില്ലേ. ഇനി ഷോൾഡർ 2 എടുക്കാം. ഷോൾഡർ 2.5 എടുക്കണം. അത് അടിച്ചു പോകുമ്പോൾ 2ആയിട്ട് മാറിക്കോളും. ഇപ്പോൾ നമ്മൾ കഴുത്തടിക്കാനായിട്ടൊരു 4 ഇഞ്ച് വേണം, ഷോൾഡർ അടിക്കാനായിട്ടൊരു 4. അപ്പോൾ 1/2 ഇഞ്ച് അങ്ങനെ പോകും. അപ്പോൾ 2.5 ഷോൾഡർ എടുക്കണം. നമ്മൾ ഈ കഴുത്തിൻ്റെ ലെങ്ത്ത് 3.5 വന്ന കാരണമാണ് ഇവിടെ ഷോൾഡർ 2.5 എടുക്കുന്നത്. ഇനി കഴുത്തിൻ്റെ വീതി കുറവാണ്, 3 എടുക്കണമെങ്കിൽ ഷോൾഡർ 3 എടുക്കണം. ഒരു 6 വന്നാൽ മതി. ഇവിടെ നിന്ന് കഴുത്തിൻ്റെ അവിടേക്ക് ഷോൾഡർ. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ നീളവും കഴുത്തിൻ്റെ വീതിയും എടുക്കണം പഠിച്ചു. ഷോൾഡറിൻ്റെ എടുക്കുന്നത് പഠിച്ചില്ലേ. പിന്നെ അതിൽ നിന്ന് നമുക്ക് കൈക്കുഴി ആം ഹോള് എത്രയാന്ന് നോക്കാം. ആം ഹോള് 6 എടുക്കേണ്ടത്. 6 എടുത്താലാണ് ഇവിടെ ഒരു 1/2 ഇഞ്ച് പോവും. ഇവിടെ അടിച്ചിട്ട് 1/2 ഇഞ്ച് പോവും. അപ്പോൾ ആം ഹോള് 6 എടുക്കണം. ഇനി ആം ഹോളിൻ്റെ താഴെയുള്ള ഇവിടെ ചെസ്റ്റിൻ്റെ ഈ ഭാഗം എത്രയാണ് നീളം നോക്കാം. അത് 8 വരുന്നത്. അടിച്ചിട്ട് നമുക്ക് 8 കിട്ടിയെങ്കിൽ 8 കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ഇടണം. എന്നാലേ അടിക്കാനുള്ള ഉണ്ടാവുള്ളൂ. നിങ്ങൾ അളവെടുത്തതിന് ശേഷം പ്ലസ് 1.5 ചെയ്യുക എപ്പോഴും. ഇപ്പോൾ ഇവിടെ നിന്ന് ഉള്ള ഭാഗം 8 കിട്ടി. ഇനി നമുക്ക് 8 കിട്ടിയിട്ടാണ്. ഇനി നമുക്ക് ഷേപ്പ് വേണം. ഷേപ്പിൻ്റെ നീളം മുകളിൽ നിന്ന് ഒരു 12 എടുക്കണം. 12 എടുത്തിട്ട് ഇവിടെ നിന്ന് വീതി എടുക്കാം. അതൊരു 7.5 വരുന്നത്. അപ്പോൾ ഷേപ്പ് എടുത്ത് ഷേപ്പിൻ്റെ വീതി 7.5. മുകളിലെടുത്തത് 8. ഇവിടെ 8 കൂടെ പ്ലസ് 1.5. അപ്പോൾ 9.5 എടുക്കുക. ഇവിടെ 7.5. 7.5 കൂടി 1.5 എടുക്കുക. 7.5 8.5 9 അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ വരയ്ക്കുക. ഇനി ഈ കൈക്കുഴി നമ്മൾ വരച്ചതിൻ്റെ ഇവിടെ നിന്ന് സ്ലിറ്റ് എത്രയാണ് വേണ്ടതെന്നുള്ളത് ടോപ്പിൽ നിന്ന് ഇങ്ങനെ അളക്കുക. എനിക്ക് വേണ്ടത് 13. ഇതിൽ 13 അടിച്ചുള്ളത്. അപ്പോൾ 13 അടയാളപ്പെടുത്താം. കൈക്കുഴിയിൽ അവിടെ നിന്ന് 13 താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടുത്തെ വീതി എത്രയാണെന്ന് നോക്കാം. അത് ഒരു 9.5 എടുക്കുക. അവിടെ 9.5 പ്ലസ് 1.5. ആ സ്ലിറ്റിൻ്റെ വീതി 9.5 എടുത്തിട്ടുണ്ട്. 9.5 കൂടെ 1.5 കൂട്ടിയാൽ 9.5 പ്ലസ് 1.5 10.5 11 എടുക്കുക. ഷേപ്പിൻ്റെ ഈ ഭാഗം 11 എടുക്കുക. ഇനി താഴേക്ക് നമ്മൾ നീളം നേരത്തെ പറഞ്ഞു അല്ലേ, 39 നീളം വേണം. അതിൽ കൂടെ 1.5 കൂടെ കൂട്ടിയാൽ 40.5 നീളം മൊത്തത്തിൽ എടുക്കുക. താഴേക്കുള്ള തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് പറയുന്നത് 1.5 കേട്ടോ. അപ്പോൾ 41 ടോട്ടൽ എടുക്കാം. എന്നിട്ട് മുകളിലപ്പോൾ അടിച്ചു പോകാനായിട്ട് തയ്യൽ തുമ്പ് വേണം, താഴേക്കും വേണം മടക്കി അടിക്കാനായിട്ട്. എന്നിട്ട് ഈ സ്ലിറ്റിൻ്റെ ഇവിടെ അടയാളപ്പെടുത്തില്ലേ 11 ഇനി താഴേക്ക് എത്ര വീതി വേണം നോക്കാം. നീളം നമ്മൾ എടുത്തു 39 പ്ലസ് 1.5 40. താഴത്തെ വീതി 10.5 വേണ്ടത്. താഴത്തെ വീതി 10.5.
ഈ 10 അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൽ കൂടെ 1.5 കൂടെ വേണം. 10 കൂടെ 1.5 കൂട്ടിയാൽ 11.5, 12 വേണം. അപ്പോൾ താഴത്തെ വീതി 12 അടയാളപ്പെടുത്തുക. 12 അടയാളപ്പെടുത്തി മുകളിൽ സ്ലിറ്റിൻ്റെ ഇവിടെ 11 അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 11-ന്ന് ഇങ്ങനൊരു വര ഈ 12ക്ക് വരയ്ക്കുക. ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. അങ്ങനെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ചുരിദാർ വെട്ടാനായിട്ട് ഇത്രയേ ഉള്ളൂ പണി. ഈ കൃത്യമായ അളവുകൾ എടുത്തതിന് ശേഷം പ്ലസ് 1.5 കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടും. ഇനി കൈയിൻ്റെ നീളം എത്രയുണ്ടെന്ന് നോക്കാം. ഇത് 3/4 കൈയാണ്. അപ്പോൾ എത്രയാണ് നീളം നോക്കാം. നീളം വരുന്നത് 10 നീളം വരുന്നത്. അടിച്ചു പോയിട്ടുള്ള അതെന്ന് പറഞ്ഞാൽ 10. അപ്പോൾ കൈയിൻ്റെ നീളം 10 വേണ്ടത്. അതിൽ കൂടെ 1.5 കൂടെ കൂട്ടിയിട്ട് 11.5 എടുക്കുക കൈയിൻ്റെ നീളം. ഇനി വീതി, കൈയിൻ്റെ അറ്റത്തുള്ള ഭാഗം എത്രയാണ് വരുന്നത്? 4.5 അവിടെ വരുന്നത്. അപ്പോൾ 4 കൂടെ 1.5 കൂടെ കൂട്ടിയാൽ 5.5, 6 എടുക്കുക. കൈയിൻ്റെ താഴത്തെ വീതിയാണ് 6. മുകളിലുള്ളത് കൂട്ടിയെടുക്കണം. ഒരു 8ഉം 9.5 എടുക്കണം. കൈക്കുഴി 9.5 എടുക്കുക. അതിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് അത് 9.5 കിട്ടുന്നോ നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾ ചുരിദാർ മറിച്ചിട്ടിട്ട് നോക്കുക എത്രയുണ്ട് നീളം വീതിന്ന് കൈയിൻ്റെ കേട്ടോ. എന്നിട്ട് വേണം അത് അടയാളപ്പെടുത്തിയിട്ട് കൈ വരയ്ക്കാൻ. ഇങ്ങനെയാണ് തയ്ച്ച ടോപ്പും വന്ന് അളവെടുക്കുന്നത് തയ്ക്കാനായിട്ട്. വളരെ എളുപ്പമാണ്. ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു തുണിയും ഈ ടോപ്പ് ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങനെ ഷേപ്പിന് വരച്ചെടുക്കുക. എന്നിട്ട് ഒരു 1.5 കൂടെ ആഡ് ചെയ്തിട്ട് വെട്ടി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് തയ്യൽ തുമ്പും കിട്ടി, ഷേപ്പ് കറക്റ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെ വേണം ചെയ്യുക. കഴുത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെ റൗണ്ട് നെക്ക് ഒന്നും കറക്റ്റ് ഒന്നും വരില്ല. അത് അടയാളപ്പെടുത്തിയിട്ട് തന്നെ വരയ്ക്കുക. ഞാൻ ഹോള് വരയ്ക്കുമ്പോഴും കൃത്യമായിട്ട് ചെയ്യുക. 6 കൈക്കുഴി നമുക്ക് വേണ്ടത്. അതിൻ്റെ പകുതി 3 തുടങ്ങിയിട്ട് വേണം ഒരു റൗണ്ട് ഷേപ്പിൽ, ഒന്ന് കർവ് ഷേപ്പിൽ ഒരു വര വരയ്ക്കാനായിട്ട്. എന്നിട്ട് വേണം വെട്ടി മാറ്റാനായിട്ട്.